ഓക്കെ, പ്രസന്റേഷൻ കാണാലോ ഫുള്ള്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മോഡ്യൂള് കംപ്ലീറ്റ് ചെയ്തു. തേർഡ് മോഡ്യൂളാണ്. സോ മോഡ്യൂൾ തേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കണ്ടിന്യൂഷൻ ഓഫ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഓൾറെഡി നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പഠിച്ചു. കാര്യം സൂപ്പർ ഹീറ്റിംഗ്, സബ് കൂളിംഗ്, വെറ്റ് കംപ്രഷൻ, ഡ്രൈ കംപ്രഷൻ, സാച്ചുറേറ്റഡ് കണ്ടീഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ COP, പെർഫോമൻസ്, അതൊക്കെ ഓരോ സ്റ്റേജിലും മാറുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മൾട്ടി പ്രഷർ സിസ്റ്റംസ്. മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് അഡ്വാൻസ് വേർഷൻസ് ഓഫ് VCR സിസ്റ്റം ആണ്. അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് ഈ മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതിനകത്ത് മൾട്ടി കംപ്രഷൻ വരുന്നുണ്ട്, മൾട്ടി ഇവാപറേറ്റർ സിസ്റ്റംസ് വരുന്നുണ്ട്. So with intercooling, flash intercooling and flash gas removal, different combinations of evaporator and compressor for different applications, and finally cascade system. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് VCR സിസ്റ്റത്തിന്റെ അഡ്വാൻസ് തിങ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി. അതായത് മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്നാണ് അതിനെ മൊത്തത്തിൽ പറയപ്പെടുന്നത്. കാസ്കേഡ് സിസ്റ്റവും ഒരു മൾട്ടി പ്രഷർ സിസ്റ്റം ആണ്. ഓൾറെഡി ക്രയോജനിക്സ് പഠിക്കുന്നവർ കാസ്കേഡ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വരുന്നതെന്ന് പറയുന്നത് റെഫ്രിജറൻസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഈ ഒരു ടോപ്പിക് റെഫ്രിജറൻസ് ആൻഡ് നിങ്ങൾ ഓൾറെഡി ഞാൻ ഒരു ഫസ്റ്റ് അസൈൻമെന്റ് തന്നിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്യാം. സെക്കൻഡ് അസൈൻമെന്റിനകത്ത് ഞാൻ ഇടാൻ പോകുന്ന കണ്ടന്റ് ആണിത്, റെഫ്രിജറൻസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. ഇത്രയും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് IMEയിൽ. അപ്പം ഇത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം എനിക്ക്. അസൈൻമെന്റ് സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ ടോപ്പിക്ക് റിവീൽ ചെയ്യത്തുള്ളൂ, മീൻസ് ക്ലാസ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റംസ് ആണ് വരുന്നത്. അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഇവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റംസ് നമുക്കുണ്ട്. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു സിസ്റ്റമാണ് വേപ്പർ കംപ്രഷൻ, വേപ്പറിനെ കംപ്രസ് ചെയ്തുള്ള റെഫ്രിജറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം. രണ്ടാമത്താണ് വേപ്പറിനെ അബ്സോർബ് ചെയ്തുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസ്. അപ്പൊ അതിനകത്ത് അമോണിയ വാട്ടർ സിസ്റ്റംസ് വരുന്നുണ്ട്, ലിഥിയം ബ്രോമൈഡ് വാട്ടർ സിസ്റ്റം വരുന്നുണ്ട്, ഇലക്ട്രോളിക്സ് വരുന്നുണ്ട്, സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് മോഡ്യൂളിനകത്ത് പഠിക്കുന്നത്. പ്രോബ്ലം വരുന്നത് നമുക്ക് മൾട്ടി പ്രഷർ സിസ്റ്റത്തിനകത്താണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ VCR സിസ്റ്റത്തിനകത്ത് വന്നതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് മൾട്ടി പ്രഷർ സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പം VCR സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ്റിന് അതിലും വളരെ അതേ മെത്തേഡിലൂടെ തന്നെ നമുക്ക് മൾട്ടി പ്രഷർ സിസ്റ്റത്തിന്റെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടന്റിലേക്ക് പോവാണ്. വേപ്പർ കംപ്രഷൻ സിസ്റ്റം VCR സിസ്റ്റത്തിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്ത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് നമുക്ക് COP ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. So here we are studying about improving the vapor compression system using a flash chamber. ഫ്ലാഷ് ചേംബർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു VCR സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ഫ്ലാഷ് ചേംബർ എന്നുള്ള പഠിക്കണം. സോ ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത് നമുക്ക് ആ പേര് തന്നെ അറിയാം, സംതിങ് വി ആർ കളക്ടിങ് സം ഫ്ലാഷ്. ഫ്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിന്റെ വേപ്പർ കണ്ടന്റിനെയാണ് നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് എന്ന് പറയാം. ഒരു ലിക്വിഡിന്റെ ഒരു വേപ്പർ കണ്ടന്റിനെയാണ് നമ്മൾ ഫ്ലാഷ് എന്ന് പറയുന്നത്. അതിനെ ഒരു ചേംബറിനകത്ത് ഞാൻ എൻക്ലോസ് ചെയ്ത് വെച്ചാൽ എനിക്ക് VCR സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പാർഷ്യൽ ഇവാപറേഷൻ ഓഫ് ദ ലിക്വിഡ് റെഫ്രിജറന്റ് ഈസ് നോൺ ആസ് ഫ്ലാഷ്. ഇതാണ് നമുക്ക് ഫ്ലാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ലിക്വിഡ് റെഫ്രിജറന്റ് അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പം അവിടെ നിന്ന് ഇവാപറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഒരു ലിക്വിഡ് റെഫ്രിജറന്റിന്റെ ഇവാപറേഷൻ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്? എപ്പോഴാണോ ലിക്വിഡ് റെഫ്രിജറന്റ് ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇവാപറേറ്ററിന്റെ ഫംഗ്ഷൻ തന്നെ ഇവാപറേഷൻ തന്നെയാണ്. അപ്പം ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാപറേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്നത് ഇവാപറേറ്ററിനകത്താണ്. അപ്പം അവിടെ വെച്ചിട്ടാണ് ലിക്വിഡ് എന്തായി മാറുന്നത്? വേപ്പറായി മാറുന്നത്. അവിടെയാണ് ഇവാപറേഷൻ പ്രോസസ് നടക്കുന്നത്. പാർഷ്യൽ ഇവാപറേഷൻ മീൻസ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമായിട്ടുള്ള റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കണ്ടന്റ് എന്തായി മാറുന്നു? ലിക്വിഡ് റെഫ്രിജറന്റിൽ നിന്ന് വേപ്പറായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് സംഭവിക്കുന്നത്?
when high pressure liquid refrigerant from the condenser passes through the expansion valve, it gets evaporated partially. എപ്പോഴാണോ നമ്മളുടെ ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ്, ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് എവിടെയാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്? കണ്ടൻസറിലാണ്. ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് കണ്ടൻസറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക്, എക്സ്പാൻഷൻ വാൽവിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ ആയിട്ട് മാറുകയാണ് ചെയ്യേണ്ടത് എക്സ്പാൻഷൻ വാൽവിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ. അതായത് ഹൈ പ്രഷർ ലിക്വിഡ് ലോ പ്രഷർ ലിക്വിഡ് ആയിട്ട് മാറണം ഏതാ? എക്സ്പാൻഷൻ വാൽവിനകത്തൂടെ പോകുമ്പോൾ. അതായത് ബിഫോർ എക്സ്പാൻഷൻ വാൽവ് റെഫ്രിജറന്റിന്റെ കണ്ടീഷൻ ലിക്വിഡ് ആയിരിക്കണം, ആഫ്റ്റർ എക്സ്പാൻഷൻ വാൽവ് റെഫ്രിജറന്റിന്റെ കണ്ടീഷൻ ലിക്വിഡ് ആയിരിക്കണം. പക്ഷെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻ വാൽവിനകത്തൂടെ പോകുമ്പോൾ സമയത്ത് ഈ ഒരു ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള കുറച്ച് കണ്ടന്റ് എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ പാർഷ്യൽ വേപ്പറൈസേഷൻ ഓഫ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് വൈൽ എക്സ്പാൻഡിങ് ഇസ് കോൾഡ് ഫ്ലാഷിംഗ്. അപ്പം ഈ ഒരു എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ഇവാപറേഷനും കൂടെ നടക്കുന്നു. അതായത് എക്സ്പാൻഷൻ വാൽവിനകത്തൂടെ ഈ റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? വേപ്പറൈസേഷൻ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവാപറേഷൻ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. Flash is defined as the mass of vaporized refrigerant per kilogram leaving the expansion or throttle valve. This form vapor which cannot produce any refrigeration effect. This is a very important factor. ഒരു ഫ്ലാഷ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, പാർഷ്യൽ വേപ്പറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, എക്സ്പാൻഷൻ വാൽവിനകത്ത് വെച്ചിട്ട് ഇവാപറേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു അത്രയും കണ്ടന്റ്, അത്രയും മാസ്, ഒരു രീതിയിലുള്ള റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്കുണ്ടാകുന്നില്ല. അപ്പം ഈ ഒരു വേപ്പർ അല്ലെങ്കിൽ ഫ്ലാഷ് ഈ ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇവാപറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ലിക്വിഡിനെ വേപ്പർ ആക്കുകയാണ്. ഓൾറെഡി അതിനകത്ത് വേപ്പർ കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നീട് അതെന്താവത്തില്ല? ഇവാപറേഷൻ നടക്കില്ല. അപ്പം അത്രയും കണ്ടന്റ് ഒരു കാര്യവും നമുക്ക് എവിടെ ഉണ്ടാക്കത്തില്ല? റെഫ്രിജറേഷൻ എഫക്റ്റിൽ ഉണ്ടാക്കത്തില്ല. അപ്പം വെറുതെ ആ മാസ് നമ്മുടെ ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം വിച്ച് കനോട്ട് പ്രൊഡ്യൂസ് എനി റെഫ്രിജറേഷൻ എഫക്ട്, ഇറ്റ് bypassed which is bypassed around the evaporator and supplied directly to the compressor through ഫ്ലാഷ് ചേമ്പർ. അപ്പോൾ ഫ്ലാഷ് ചേമ്പറിനകത്ത് ചെയ്യുന്നത്, ഈ ഫ്ലാഷ് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്തില്ല? ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്തില്ല. ഇൻസ്റ്റഡ് നമ്മൾ അതിനകത്ത് നിന്ന് ബൈപ്പാസ് ചെയ്യും. ബൈപ്പാസ് ചെയ്ത് ഞാൻ എവിടെ കൊടുക്കും? ഒരു ഫ്ലാഷ് ചേമ്പറിൽ കൊടുക്കും. ഈ ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് ഈ ഫ്ലാഷിനെ ഡയറക്റ്റ് ആയിട്ട് കംപ്രസറിലേക്കാണ് വിടുന്നത്. അപ്പം ലിക്വിഡ് റെഫ്രിജറന്റ് മാത്രമേ എവിടെ പാസ് ചെയ്യത്തുള്ളൂ? ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. ഒരു കാരണവശാലും ഈ ഫ്ലാഷിനെ നമ്മൾ എന്ത് ചെയ്തില്ല? ഇവാപറേറ്ററിനൂടെ പാസ് ചെയ്തില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാഷ് ഒരു രീതിയിലുള്ള റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് ചേമ്പർ ലൊക്കേഷൻ എവിടെ ആയിരിക്കും? ദ ഫ്ലാഷ് ചേമ്പർ ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇവാപറേറ്റർ ആൻഡ് ദ എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവിനും ഇവാപറേറ്ററിനും ഇടയ്ക്കായിരിക്കും നമ്മൾ ഈ ഫ്ലാഷ് ചേമ്പർ ലൊക്കേറ്റ് ചെയ്യുന്നത്. And this flash chamber can be insulated container and separate the liquid and vapor due to centrifugal effect. So here ഈ ഫ്ലാഷ് ചേമ്പറിനകത്താണ് ഈ ഒരു ലിക്വിഡിനെയും വേപ്പറിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ എഫക്ട് മീൻസ് ഓൾറെഡി തന്നെ വേപ്പർ ആയി കഴിഞ്ഞാൽ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കോളും. Then we will provide some quantity of centrifugal effect for the complete separation of the liquid vapor from the liquid. Okay. Reduction in the mass of refrigerant flowing through the evaporator results reduction in the size of the evaporator. നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന വേപ്പറിന് ഈ ഇവാപറേറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകാൻ പെർമിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അവിടുന്ന് ബൈപ്പാസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ ലിക്വിഡ് റെഫ്രിജറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഇവാപറേറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാപറേറ്ററിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ഓക്കെ. ആൻഡ് ദിസ് കോസ് നോ എഫക്ട് ഓൺ ദ തെർമോഡൈനാമിക് സൈക്കിൾ. ഈ ഒരു ബൈപ്പാസിംഗ് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല നമ്മളുടെ പെർഫോമൻസിനകത്ത്. സോ ദ പവർ ആൻഡ് COP വിൽ ബി റിമെയിൻസ് ആസ് ഇസ് ദ സിമ്പിൾ സാച്ചുറേറ്റഡ് സൈക്കിൾ. ഒരു സാധാരണ സൈക്കിൾ ഉള്ളതുപോലെ തന്നെ അതിൻ്റെ COPയും പവറും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ഫ്ലാഷ് ചേമ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഇതില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫ്ലാഷ് ചേമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. ഏറ്റവും സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. അതായത് കംപ്രസറിൽ നിന്ന് വരുന്നത് നേരെ കണ്ടൻസറിൽ വരുന്നു, കണ്ടൻസറിൽ നിന്ന് ലിക്വിഡായി ആ ലിക്വിഡ് ഇവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഫ്ലാഷ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ വരുന്ന കണ്ടന്റിനെ ഞാൻ എവിടെ ചെയ്യുന്നു? ഒരു ഫ്ലാഷ് ചേമ്പറിനകത്തോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ലിക്വിഡും ഉണ്ടാവും, ബാക്കി പ്രൊപ്പോർഷനിൽ എന്തുകൊണ്ടാണ് ഫ്ലാഷ് എപ്പോഴും എവിടെ ആയിരിക്കും? മുകളിലായിരിക്കും സ്റ്റോക്ക് ആവുന്നത്. ആ സാധനം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എടുത്ത് പോകുന്നത് എന്തായിരിക്കും? സപ്പോസ് 1 kilogram ഓഫ് റെഫ്രിജറന്റ് ആണ് വരുന്നതെങ്കിൽ ഈ 1 kilogram റെഫ്രിജറന്റിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്തായി മാറി? ഫ്ലാഷായി മാറി.
എവിടെ ഈ എക്സ്പാൻഷൻ വാൽവ് വെച്ചിട്ട് ഫ്ലാഷ് ആയി മാറിയെങ്കിൽ 1 - x ക്വാണ്ടിറ്റി ആയിരിക്കും പിന്നീട് ലിക്വിഡ് റിഫ്രിജറന്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഈ 1 - x ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ എവിടെ പാസ് ചെയ്ത് വിടുക, ഇവാപറേറ്ററിനകത്തോട്ട് പാസ് ചെയ്ത് വിടുക. ഈ എക്സ് ക്വാണ്ടിറ്റി നമ്മൾ ഫ്ലാഷിന് നേരെ എവിടെ കൊടുക്കുക, കംപ്രസറിലേക്കാണ് കൊടുക്കുക. നേരെ എടുത്ത് കംപ്രസറിലേക്ക് കൊടുക്കും. ഇതാ പറയുന്നത് ഫ്ലാഷ് ചേംബർ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ എക്സ്പാൻഷൻ വാൽവ് ആൻഡ് ഇവാപറേറ്റർ. ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഫ്ലാഷ് ചേംബർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അപ്പം ഇതാണ് ഒരു ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത്. ഫ്ലാഷ് ചേംബർ എന്താണ്? ഫ്ലാഷ് എന്താണ്? ഫ്ലാഷ് എന്ന് വെച്ചാൽ ദ പാർഷ്യൽ ഇവാപറേഷൻ ഓഫ് ദ ലിക്വിഡ് റെഫ്രിജറന്റ് ആണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത് വിച്ച് സെപ്പറേറ്റ്സ് ദ ലിക്വിഡ് റെഫ്രിജറന്റ് ആൻഡ് ദ വേപ്പർ റെഫ്രിജറന്റ്. ലിക്വിഡ് റെഫ്രിജറന്റ് പാസസ് ത്രൂ ദ ഇവാപറേറ്റർ ആൻഡ് ദ ഫ്ലാഷ് ഈസ് പാസസ് ത്രൂ ദ ഇൻ ടു ദ കംപ്രസർ. ഇതാണ് ഒരു സിമ്പിൾ സാച്ചുറേറ്റഡ് സൈക്കിൾ വിത്ത് ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, then another component is called accumulator or pre-cooler. ഇത് ഫ്ലാഷ് ചേംബറുമായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, the refrigeration effect, COP and power required are same as a simple saturated cycle. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് റെഫ്രിജറേഷൻ എഫക്റ്റും COPയും പെർഫോമൻസും എല്ലാം സെയിം തന്നെ ആയിരിക്കും, ഒരു സാച്ചുറേറ്റഡ് സൈക്കിൾ പോലെ. The accumulator protects the liquid refrigerant to flow into the compressor and thus dry compression is always assured. അപ്പം അക്യുമുലേറ്ററിന്റെ ഫംഗ്ഷൻ ഫ്ലാഷ് ചേംബറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് റെഫ്രിജറന്റിന് അല്ലെങ്കിൽ വേപ്പർ റെഫ്രിജറന്റിന് ഒരു കാരണവശാലും ഇവാപറേറ്ററിനകത്തോട്ട് പെർമിറ്റ് ചെയ്യാത്തതാണ് ഒരു ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത്. അക്യുമുലേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലിക്വിഡ് റെഫ്രിജറന്റിന് കംപ്രസറിലേക്ക് പെർമിറ്റ് ചെയ്യത്തില്ല. നമുക്കറിയാം വേപ്പറിന് വേണം കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേപ്പറിനെ കംപ്രസ് ചെയ്യുമ്പോഴത്തേ എന്ത് കിട്ടും, നമുക്ക് അത്രയും വർക്ക് കുറച്ചാൽ മതി. അതേസമയം ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ കംപ്രഷൻ പ്രൊസീജിയർ വിൽ ഇൻക്രീസ്. ഓക്കെ, സോ കംപ്രസർ അഡീഷണൽ വർക്ക് ഓഫ് ഇവാപറേറ്റിംഗ് ആൻഡ് റൈസിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ് റെഫ്രിജറന്റ്. കംപ്രസറിനകത്ത് എന്താ ചെയ്യുന്നത്, അഡീഷണൽ ആയിട്ടുണ്ടാവുന്ന വർക്കും അഡീഷണൽ ടെമ്പറേച്ചർ റൈസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അക്യുമുലേറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ദാറ്റ് ദിസ് അക്യുമുലേറ്റർ ഈസ് എ pre-cooler. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇൻസുലേറ്റഡ് ചേംബർ. ഇതാണ് ഒരു അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇത് ഒരു ഫ്ലാഷ് ചേംബറിന്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇത് പെർമിറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കംപ്രസറിലേക്ക് നമ്മൾ എന്തിനെ പെർമിറ്റ് ചെയ്തില്ല, ലിക്വിഡിനെ പെർമിറ്റ് ചെയ്തത്. അപ്പം ഇതിന് വേണം നമുക്കൊരു ഫ്ലാഷ് ചേംബർ അല്ലെങ്കിൽ അക്യുമുലേറ്റർ, അതല്ല എന്നുണ്ടെങ്കിൽ pre-cooler. അപ്പം അക്യുമുലേറ്റർ എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. എന്താണ്, ഒരു കാരണവശാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എവിടെ ആയിരിക്കും, കംപ്രസറിലേക്കായിരിക്കും. ഒരു കാരണവശാലും കംപ്രസറിലേക്ക് എന്ത് കൊടുക്കില്ല, ലിക്വിഡ് റെഫ്രിജറന്റ് പാസ് ചെയ്തില്ല. ഫ്ലാഷ് ചേംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എവിടെ ആയിരിക്കും, ഇവാപറേറ്ററിലായിരിക്കും. ഒരു കാരണവശാലും നമ്മൾ ഇവാപറേറ്ററിലേക്ക് എന്തിനെ പാസ് ചെയ്യത്തില്ല, വേപ്പറിന് പെർമിറ്റ് ചെയ്യത്തില്ല. ഇതാണ് സംഭവം. നേരത്തെ പറഞ്ഞാൽ അതിന് ഡയഗ്രാം വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ വരുന്ന സമയത്ത്, അതായത് അക്യുമുലേറ്റർ ആണ് ഞാൻ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ എക്സ്പാൻഷൻ വാൽവ് കഴിയുമ്പോഴത്തേക്ക് എന്തുണ്ടായി, വേപ്പർ പാർഷ്യൽ വേപ്പർ ഫോം ചെയ്തു. അത് ഞാനൊരു അക്യുമുലേറ്ററിനകത്താണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഈ അക്യുമുലേറ്ററിനകത്ത് നിന്ന് പോകുന്ന റെഫ്രിജറന്റ്, നേരത്തെ കേസിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു അക്യുമുലേറ്ററിനകത്ത് നിന്ന് ഫ്ലാഷ് ചേംബറിനകത്ത് നിന്ന് നേരെ എടുത്ത് നമ്മൾ എവിടെ കൊടുക്കായിരുന്നു, ഇവാപറേറ്ററിനകത്ത് കൊടുക്കണം. പക്ഷെ ഇവിടെ ഞാൻ ലിക്വിഡ് പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അക്യുമുലേറ്റർ ആണെങ്കിൽ ഒരു ലിക്വിഡ് പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവാപറേറ്ററിനകത്ത് കംപ്ലീറ്റ് ലിക്വിഡ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ലിക്വിഡിൽ നിന്നുള്ള ഇവാപറേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എവിടെ കൊടുക്കുമായിരുന്നു, നേരെ കംപ്രസറിലേക്ക് കൊടുക്കുമായിരുന്നു. ഫ്ലാഷ് ചേംബറിൽ കൊടുക്കുന്നില്ലായിരുന്നു. ആ ഫിഗർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കേട്ടോ, ഇവിടെ ഇവാപറേറ്ററിനകത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ എടുത്ത് നമ്മൾ എവിടെ കൊടുക്കുമായിരുന്നു, കംപ്രസറിലേക്ക് കൊടുക്കുകയാണ്. എവിടെയായിട്ട് ബന്ധമില്ല, ഫ്ലാഷ് ചേംബറുമായിട്ട് ബന്ധമില്ല. പക്ഷെ അക്യുമുലേറ്റർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടുന്ന് വരുന്ന വേപ്പർ റെഫ്രിജറന്റ് ഇതിന്റെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റിമെയിൻ സെയിം ആണ്, ഫേസ് കൺവേർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് വരുന്ന വേപ്പർ റെഫ്രിജറന്റിന് നേരെ എവിടെ കൊടുക്കും, അക്യുമുലേറ്ററിൽ പാസ് ചെയ്ത് കൊടുക്കും. അവിടെ അക്യുമുലേറ്ററിൽ പാസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് പോകുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, വേപ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. അപ്പം നമുക്കൊരു ഡ്രൈ സാച്ചുറേറ്റഡ് കംപ്രഷൻ പ്രൊസീജിയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എപ്പോഴാണ്, ഒരു അക്യുമുലേറ്റർ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഈ പറഞ്ഞത്? ഫ്ലാഷ് ചേംബറും അക്യുമുലേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? എനിവൺ?
Yes, sir. ഓക്കെ, ഗുഡ്. ഇത് അതിന്റെ പി എച്ച് ഡയഗ്രാമാണ്. സെയിം തന്നെയാണ്, മറ്റേതുപോലെ തന്നെയാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ അക്യുമുലേറ്ററിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അക്യുമുലേറ്ററിന്റെ കണ്ടീഷൻസ് ചോദിക്കുന്ന സമയത്ത് ഈ ഡയഗ്രാം കൂടെ വരയ്ക്കണം. നൗ ഐ മൂവിങ് ടു ദ മൾട്ടി പ്രഷർ സിസ്റ്റംസ്. എന്താണ് മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്ന് പറയുന്നത്? മൾട്ടി പ്രഷർ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പ്രഷർ സ്റ്റേജസ്. അപ്പൊ നമുക്കറിയാം വി സി ആർ സിസ്റ്റത്തിനകത്ത് മൊത്തം എത്ര പ്രഷറുള്ള? 2 പ്രഷേഴ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് സെക്ഷൻ പ്രഷറും ഡിസ്ചാർജ് പ്രഷറും. മൾട്ടി പ്രഷർ എന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ പ്രഷേഴ്സ് ലിമിറ്റ്സ് ഉണ്ടാവും. അതിനാണ് മൾട്ടി പ്രഷർ എന്ന് പറയുന്നത്. നമുക്ക് സെക്ഷൻ പ്രഷർ ഉണ്ടാവും, ഡിസ്ചാർജ് പ്രഷർ ഉണ്ടാവും. അതായത് വി സി ആർ എസ് റെഫ്രിജറേഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ പ്രഷറാണ്, ഹയർ ലിമിറ്റ് എന്ന് പറയുന്നത് ഹയർ പ്രഷറാണ്. ഇതിന്റെ ഇടയിൽ ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രഷർ ലിമിറ്റ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൾട്ടി പ്രഷർ സിസ്റ്റംസ് പറയുന്നത്. ആക്ച്വലി ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ മോഡിഫിക്കേഷൻസ് ഓഫ് വി സി ആർ സിസ്റ്റമാണ്. നമുക്ക് വി സി ആർ സിസ്റ്റത്തിന്റെ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ മൾട്ടി പ്രഷർ സിസ്റ്റംസ് മോർ ദാൻ 2 pressures due to multi-stage or compound compression to minimize work or due to ഫീഡിങ് ഓഫ് റെഫറൻറ്റ് ടു മൾട്ടി ഇവാപറേറ്റർ സിസ്റ്റം. അപ്പൊ 2 കാര്യങ്ങളിലാണ് നമുക്ക് മൾട്ടി പ്രഷർ സിസ്റ്റംസ് ഫോം ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് മൾട്ടി സ്റ്റേജ് ഓർ കോമ്പൗണ്ട് കംപ്രഷൻ, ഒന്നിൽ കൂടുതൽ കംപ്രഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നമ്മൾ വി സി ആർ സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്രസറിന്റെ വർക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒന്നിൽ കൂടുതൽ കംപ്രസർ വിത്ത് ഇന്റർകൂളിംഗ് ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള വർക്ക്, ഓവറോൾ വർക്ക് ഇൻപുട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്നിൽ കൂടുതൽ പ്രഷർ ലിമിറ്റ്സ് വരുന്നുണ്ട്. ആദ്യത്തെ കംപ്രസറിനകത്ത് 1-2 പ്രഷർ വരുന്നുണ്ട്. സെക്കൻഡ് കംപ്രസർ വയ്ക്കുന്നുണ്ടെങ്കിൽ 2-3 എന്ന് പറയുന്ന പ്രഷർ ലിമിറ്റ്സ് വരുന്നത്. അപ്പൊ 1ഉം 3യും ആയിരിക്കും നമ്മളുടെ ഫൈനൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും. അതല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി ഇവാപറേറ്റേഴ്സ് യൂസ് ചെയ്യും, ഒന്നിൽ കൂടുതൽ ഇവാപറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴും 2 പ്രഷർ ഡ്രോപ്സ് നടക്കും. അതാണ് മൾട്ടി പ്രഷർ ലിമിറ്റ്സ്, മൾട്ടി ഇവാപറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാസ്കേഡ് സിസ്റ്റംസ് ഉണ്ട്. കാസ്കേഡ് സിസ്റ്റംസ് യൂസ് ചെയ്താലും നമുക്ക് മൾട്ടി പ്രഷർ സിസ്റ്റംസ് വരുന്നത്. അതെല്ലാമാണ് നമ്മൾ ഒരുമിച്ച് ഒറ്റ കണ്ടന്റ് ആയിട്ട് പഠിച്ചു പോകുന്നത്. For a given condensation temperature, the lower the evaporator pressure, the higher becomes the compressor pressure ratio. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി മോഡിഫിക്കേഷൻസിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. പ്രഷർ റേഷ്യോ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കംപ്രസർ പ്രഷർ റേഷ്യോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. For a reciprocating compressor, a higher pressure ratio across a single stage means a low volumetric efficiency. ഈ ലോ വോളിമെട്രിക് എഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹയർ പ്രഷർ റേഷ്യോസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ കംപ്രസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഡ്രൈ കംപ്രഷൻ, ഹൈ പ്രഷർ റേഷ്യോ, ഹൈ കംപ്രസർ ഡിസ്ചാർജ് ടെമ്പറേച്ചർ വിച്ച് മേ ഡാമേജ് ദ റെഫ്രിജറന്റ്. അപ്പം ഡ്രൈ കംപ്രഷൻ ആണെങ്കിലും ഹയർ പ്രഷർ റേഷ്യോസ് ആണെങ്കിലും ഹൈ കംപ്രസർ ഡിസ്ചാർജ് ടെമ്പറേച്ചർ ആണെങ്കിലും എന്തുണ്ടാവും, അത് റെഫ്രിജറന്റിനെ നമുക്ക് ഡാമേജ് ചെയ്യിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് നമുക്ക് ലോസസ് ഉണ്ടാകും എപ്പോഴും. ഹൈ ഹെഡ് പ്രഷർ റേഷ്യോ കാസസ് ഓയിൽ ബ്രേക്ക് ഡൗൺ അറ്റ് ദ വാൽവ് പ്ലേറ്റ്സ്, ഹാർഡനിങ് ഓഫ് neoprene oil rings used on the valve plates, cylinder sleeves, etc., thereby rendering them സീലിംഗ് ഇൻഎഫക്റ്റീവ്. അപ്പോൾ നമ്മൾ കംപ്രസറിനകത്ത് നമുക്ക് സീലിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹയർ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് പ്രഷർ കൊടുക്കുന്നതെങ്കിൽ ബൈ എ പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വാൽവ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആവും, വാൽവ്സ് ഡാമേജസ് വരും, അതിന്റെ ഓയിൽ റിങ്സിന് കംപ്ലൈന്റ് വരും, ഹാർഡൻ ആവും, പിന്നെ സിലിണ്ടർ സ്ലീവ്സിന് കംപ്ലൈന്റ് വരും. അങ്ങനെ മൊത്തത്തിൽ സീലിംഗ്സ് എഫക്ട്സ് കംപ്ലീറ്റ് പോകും. സീലിംഗ്സ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കംപ്രഷൻ ഉണ്ടാവത്തില്ല, കംപ്രസർ ലീക്കിംഗ് ഉണ്ടാവും. ഓക്കെ, to reduce the work of the compression and improve the COP, multi-stage with intercooling may be adopted. അപ്പം നമുക്ക് multi-stage with intercooling facility എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ to reduce the work of compression and to improve the COP. For low temperature applications where the compression ratios are high, 2 or more multi-stage compression system is adopted. എപ്പോഴാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ യൂസ് ചെയ്യുന്നത്, നമുക്ക് വളരെ ചെറിയ റെഫ്രിജറേഷൻ ഉണ്ടാക്കിയെടുക്കണം വിത്ത് ഹയർ പ്രഷർ റേഷ്യോസ് ആണെന്നുണ്ടെങ്കിൽ we will never go for a single stage compression. ഒറ്റ കംപ്രസർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, കംപ്രസ് ചെയ്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് I will use more than one number of compressors with intercooling facilities provide you. Okay, single stage operation maximum compression ratio is 9. ഇത് പല രീതിയിൽ പറയുന്നു. ചിലതിനകത്ത് 5 to പറയുന്നുണ്ട്,
ഒരു സെലനസ് 7 പറയുന്നുണ്ട്. അതായത് കംപ്രഷൻ റേഷ്യോ, അതായത് P2/P1 എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഡിസ്ചാർജ് പ്രഷർ ടു സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് വാല്യൂ 9 വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, സിംഗിൾ സ്റ്റേജ് യൂസ് ചെയ്യത്തില്ല. നമ്മൾ എന്ത് യൂസ് ചെയ്യത്തുള്ളൂ, മൾട്ടി സ്റ്റേജ് യൂസ് ചെയ്യത്തുള്ളൂ. ചില പ്രൊസീജിയേഴ്സിനകത്ത് പറയുന്നത് എബോവ് 5 ആണെങ്കിൽ നമ്മൾ മൾട്ടി സ്റ്റേജിൽ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് ചില കണ്ടീഷൻസ് പറയുന്നത്. പല ജേർണൽസിനകത്തും പല രീതിയിൽ പറയുന്നുണ്ട്. അത് പല സ്റ്റഡീസ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, കോമൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേജ് നമ്മൾ എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ വാല്യൂ പറഞ്ഞോളൂ. കാര്യം അത് കുഴപ്പമില്ല, 5 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം 9 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടത്തില്ല, സിംഗിൾ സ്റ്റേജ് യൂസ് ചെയ്യാൻ പാടില്ല. സോ ജനറലി വേർ ദ കംപ്രഷൻ റേഷ്യോ എക്സിഡ്സ് 7, മൾട്ടി സ്റ്റേജ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ്. Vapor refrigerant is required to be delivered at a very high pressure, as in the case of low temperature refrigeration effect. അപ്പോൾ ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെഫ്രിജറൻറ്റ് ഡെലിവറി പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലോ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Either we should compress the vapor refrigerant by employing a single stage compressor with a high pressure ratio between the condenser and the evaporator, or compress it in 2 or more compressors placed in series. അപ്പം നമുക്ക് അതിനകത്ത് കംപ്രസർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? വി ആർ പ്ലേസിങ് ദ കംപ്രസർ ഇൻ സീരീസ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് കംപ്രസേഴ്സ് മൾട്ടി സ്റ്റേജിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? അപ്പം ഹൈ പ്രഷേഴ്സ് ലിമിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത്രയും വലിയ കംപ്രസർ, അത്രയും പ്രഷർ കിട്ടുന്ന ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസർ യൂസ് ചെയ്യും. അപ്പം അത്രയും ടെമ്പറേച്ചർ ഹീറ്റ് ഫോം ചെയ്യും, അത്രയും ഹീറ്റ് ആയിരിക്കും ഉണ്ടാവും, അത്രയും ടെമ്പറേച്ചർ അതിന് അസോസിയേറ്റഡ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം. അപ്പം അത്രയും ലോസസ് നമുക്ക് ഉണ്ടാവും, അത്രയും വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ കംപ്രസേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കംപ്രഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദ കംപ്രഷൻ ക്യാരിഡ് ഔട്ട് ഇൻ 2 or more compressors called compound or multi compression. അപ്പം കോമ്പൗണ്ട് കംപ്രഷനും മൾട്ടി കംപ്രഷനും സെയിം തന്നെയാണ്. അതായത് ഒന്നിൽ കൂടുതൽ കംപ്രസേഴ്സ് വെച്ചിട്ട് നമ്മൾ കംപ്രസ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ കോമ്പൗണ്ട് ഓർ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then COP of the system is the ratio of refrigeration effect to the compression work. ഇത് നമുക്ക് അറിയാവുന്നതാണ്. COP എന്ന് പറയുന്നത് refrigeration effect to compressor work ആണ്. Therefore COP can be increased either by increasing the refrigeration effect or by decreasing the compression work. ഒന്നെങ്കിൽ നമുക്ക് refrigeration effect improve ചെയ്യുക, റെഫ്രിജറേഷൻ എഫക്റ്റ് നമ്മൾ കൂട്ടുക, അതല്ലാന്നുണ്ടെങ്കിൽ കംപ്രസറിന്റെ വർക്ക് കുറയ്ക്കുക. ഇത് രണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് COP ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, in a VCR system, in a vapor compression system, the compression work is greatly reduced if the refrigerant is compressed very close to saturated line. അപ്പം നമുക്കറിയാം, സാച്ചുറേറ്റഡ് ലൈനിന്റെ ചേർത്ത് വെച്ചിട്ട് ഞാൻ കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസറിന്റെ വർക്ക് ഇൻപുട്ട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഡോം അറിയാം, നമ്മൾ ഡോം എടുത്തിട്ട് ഈ സാച്ചുറേറ്റഡ് ലൈനിന്റെ അടുത്ത് ആണ് ഞാൻ കംപ്രഷൻ നടത്തുന്നതെങ്കിൽ ഇതിനകത്തുനിന്ന് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സൂപ്പർ ഹീറ്റ് റീജിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ഡോമിന്റെ ഉള്ളിൽ ചേർത്ത് ഞാൻ എത്രത്തോളം കംപ്രസ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സാച്ചുറേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് എൻട്രോപ്പി കണ്ടീഷൻ ഫ്ലാറ്റർ. അപ്പം ഈ പ്രഷർ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ, ഞാനിപ്പോൾ ഈ വരുന്ന ലൈൻ, ഇതിപ്പോൾ എന്ന് പറയുന്നത് സാച്ചുറേറ്റ് ഏത് ഐസെൻട്രോപിക് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഐസെൻട്രോപിക് ലൈൻസ് ഇങ്ങനെ ഒരുമാതിരി ചരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടേക്ക് വെച്ചിട്ട് ഞാൻ ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും പ്രഷർ റേഷ്യോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത്രയും പോവുകയും ചെയ്യും. ഈ ഒരു ഐസെൻട്രോപിക് കണ്ടീഷൻ എന്ന് പറയുന്ന ഈ ലൈൻ എന്ത് ചെയ്യും, ഫ്ലാറ്റർ ആയിക്കൊണ്ടിരിക്കും, ഓൾമോസ്റ്റ് ചരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം ഈ ഡോമിനന്റ് ചേർന്ന് വരുന്ന സമയത്ത് ഈ ആംഗിൾ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ വർക്ക് ഇൻപുട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ, അതായത് ഈ ഐസെൻട്രോപിക് കംപ്രഷൻ നടക്കുന്ന ആ ലൈനിൽ വരുന്ന ആംഗിള് കൂടിയിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അത് കുറയുന്നതനുസരിച്ച് നമ്മളുടെ വർക്ക് ഇൻപുട്ട് കൂടുകയും ചെയ്യും. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ക്യാൻ ബി ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ദ കംപ്രസർ വർക്ക് ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ഇഫ് ദ റെഫ്രിജറന്റ് ഈസ് കംപ്രസ്ഡ് വെരി ക്ലോസ് ടു സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. അപ്പോൾ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിനോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്ക് ഇൻപുട്ട് കുറവായിരിക്കും. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കംപ്രസിംഗ് ദ റെഫ്രിജറന്റ് മോർ ദാൻ സ്റ്റേജസ് വിത്ത് ഇന്റർമീഡിയറ്റ് ഇന്റർകൂളിംഗ്. അപ്പോൾ ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. ഇന്റർകൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് കംപ്രസ് ചെയ്യുന്നു, ഇന്റർകൂളിംഗ് കൊടുക്കുന്നു,
ഇന്റർകൂളിംഗ് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കംപ്രസ് ചെയ്യുന്നു, വീണ്ടും ഇന്റർകൂളിംഗ് കൊടുക്കുന്നു, വീണ്ടും കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒറ്റയടിക്ക് ഞാൻ കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോകുന്നതിന് പകരം ഇവിടെ എത്തത്തുള്ളൂ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടൻസേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യം, ഇത്രയും സ്ഥലത്തുണ്ടാകുന്ന ഡീറ്റെയിൽസ് വർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതാണ് നമുക്ക് മൾട്ടി സ്റ്റേജ് കൊണ്ട് നടക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഓൺലി വേർ ദ പ്രഷർ റേഷ്യോ ഈസ് കൺസിഡറബിൾ. അപ്പം ഹൈ പ്രഷർ റേഷ്യോ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ? ഈ മൾട്ടിപ്പിൾ സ്റ്റേജ് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നഷ്ടമായിരിക്കും. When very low evaporative temperatures are desired or when high condenser temperature may be required. The compound compression is generally economical in large plants. The refrigeration effect can be increased by maintaining the condition of the refrigerant in more liquid state at the entrance to the evaporator. അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ട എന്താണ്? ഇവാപ്പറേറ്ററിനകത്തോട്ട് കൂടുതൽ ലിക്വിഡ് വരണം. ഇവാപ്പറേറ്ററിനകത്ത് കൂടുതൽ ലിക്വിഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഫ്രിജറേഷൻ എഫക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്താൽ മതി. ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുന്നത്? കൂടുതലും എവിടെ വരുന്നത്? ഈ ഒരു ഇവാപ്പറേറ്ററിനകത്തോട്ട് കൂടുതലും എന്ത് വരും? ലിക്വിഡ് ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് കൂട്ടാൻ പറ്റും. ബൈ സബ് കൂളിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ദ സബ് കൂളിംഗ് ഫെസിലിറ്റി. ബൈ സബ് കൂളിംഗ് ദ റെഫ്രിജറന്റ് ആൻഡ് ബൈ റിമൂവിംഗ് ദ ഫ്ലാഷ്ഡ് വേപ്പർ ഡ്യൂറിംഗ് മൾട്ടിപ്പിൾ സ്റ്റേജ് എക്സ്പാൻഷൻ, ദ എക്സ്പാൻഷൻ ക്യാൻ ബി ബ്രോട്ട് ക്ലോസ് ടു ലിക്വിഡ് ലൈൻ. അപ്പോൾ ഒന്നെങ്കിൽ സബ് കൂളിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഷ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് ചേരുമ്പോഴത്തേക്ക് നമുക്ക് വിത്ത് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജിനകത്താണെന്നുണ്ടെങ്കിൽ we can provide a better COP for the system. അപ്പം ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്? കോമ്പൗണ്ട് കംപ്രഷൻ, അതായത് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ, മൾട്ടി ഇവാപ്പറേറ്റർ ആൻഡ് കാസ്കേഡ്. ഇത് മൂന്നുമാണ് നമുക്ക് വരുന്ന എന്താ പറയുക മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. 3 സിസ്റ്റംസ് ആണ് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്റ്റേജ് കംപ്രഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് കംപ്രഷൻ ആണ് വരുന്നത്. ആദ്യത്തേത് കംപ്രസറിനകത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടി പ്രഷർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്രസർ വെച്ച്. രണ്ടാമത്തേനകത്ത് എന്ന് പറയുന്നത് മൾട്ടി പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവാപ്പറേറ്ററിനകത്ത്. മൂന്നാമത്തേന്ന് പറയുന്നത് കാസ്കേഡ് സിസ്റ്റമാണ്. അത് നമ്മൾ എന്താണ് പിന്നെ പഠിക്കും. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് as the pressure ratio increases the volumetric efficiency decreases, isotropes becomes flatter. നേരത്തെ ഞാൻ പറഞ്ഞ കേസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രഷർ റേഷ്യോ കൂടിപ്പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഐസെൻട്രോപിക് ആയിട്ടുള്ള കണ്ടീഷൻ ഫ്ലാറ്റർ ആയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് വരുന്നത്? ഇതാണ് ഐസെൻട്രോപിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇത് ഫ്ലാറ്റർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇഫ് ദ പ്രഷർ റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 4 or 5, മൾട്ടി സ്റ്റേജ് വിത്ത് ഇന്റർകൂളിംഗ് ഈസ് ഡിസർവ്. ഇത് വേറെ ജേർണലിനകത്ത് പറയുന്ന കാര്യമാണ്. അതായത് 4നും 5ക്കും മുകളിലാണെന്നുണ്ടെങ്കിൽ യു നെവർ ഗോ ഫോർ സിംഗിൾ സ്റ്റേജ്, യു ജസ്റ്റ് ഗോ ഫോർ ദ മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 5 നിങ്ങൾ പറയുക എപ്പോഴും. ഓക്കെ, സോ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്? ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ വാട്ടർ ഇന്റർകൂളിംഗ് കൊടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഇന്റർകൂളിംഗ് കൊടുക്കുക. ഫ്ലാഷ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓൾറെഡി തണുത്ത വേപ്പർ ലിക്വിഡ് റെഫ്രിജറന്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത്. തണുത്ത വേപ്പർ റെഫ്രിജറന്റ് ആണ് നമ്മൾ ഫ്ലാഷ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇന്റർകൂളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ വെച്ചിട്ട് ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് ഓർ കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് ഇന്റർകൂളേഴ്സ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? യു ക്യാൻ റെഡ്യൂസ് ദ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറന്റ് ഫോർ ദ സെയിം ഡെലിവറി പ്രഷർ. സോ അത് ഒറ്റ ഡെലിവറി പ്രഷറിന് അല്ലെങ്കിൽ നമുക്കുള്ള ഡെലിവറി പ്രഷറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് കുറയ്ക്കാൻ പറ്റും. യു ക്യാൻ ഇംപ്രൂവ് വോളിയോമെട്രിക് എഫിഷ്യൻസി ആൻഡ് ദ ലീക്കേജ് ലോസ് കൺസിഡറബിളി റെഡ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഹൈ പ്രഷർ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. സ്മോൾ സൈസ് ഫ്ലൈവിൽ ഡ്രൈഡർ, സോ ടോർക്ക് ബീങ് മോർ യൂണിഫോം ആയിരിക്കും. സോ വി ക്യാൻ റെഡ്യൂസ് ദ കംപ്രസർ കോസ്റ്റ് ആൻഡ് വി ക്യാൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ കംപ്രസർ. Effective lubrications obtainable ആയിരിക്കും. Possible to adjust the size of 2 cylinders to suit the volume and the pressure of the refrigerant. നമുക്ക് റെഫ്രിജറന്റ് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസറിന്റെ സെലക്ഷൻസ് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ആണ് വരുന്നത് മൾട്ടി പ്രഷർ സിസ്റ്റത്തിനകത്ത്. ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ആണ് മൾട്ടി ഇവാപ്പറേറ്റേഴ്സ് ആണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പഠിപ്പിക്കും. ഓക്കെ, ഇതിനകത്ത് എത്രയും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിനകത്ത്?